സാർ, ഈ ഹിസ്ബുൾ ഉപയോഗിക്കുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച് 9 പേർ മരിക്കുകയും 2800 പേർക്ക് 4000 പേർ പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, എന്താണ് ഈ പേജർ ബോംബുകൾ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് സാർ ഈ പേജർ എന്ന് പറയുന്നത്? പേജർ ബോംബുകളല്ല, പേജറുകൾ ബോംബായി മാറിയതാണ്. ധന്യയുടെ മൊബൈലില്ലേ, ഈ മൊബൈൽ വേണമെങ്കിലും ബോംബാക്കി മാറ്റാം. അതാണ് ഇപ്പോൾ പേജർ ആക്കാമെങ്കിൽ മൊബൈലും ആക്കാം അല്ലേ. അപ്പോൾ നമുക്ക് പേജർ എന്താണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷെ പേജർ ഒരുമാതിരിപ്പെട്ട ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അറിയില്ല. ഒരു നമ്മുടെ തീപ്പെട്ടിയേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു ചതുരത്തിലുള്ള ഒരു ചെറിയ ഒരു പെട്ടി പോലത്തെ സാധനം. അതിൻ്റെ ഒരു ചെറിയ സ്ക്രീനുണ്ട്. ഒരു നീല പച്ച വരുന്ന പഴയ നമ്മുടെ ഈ വാച്ചുകളുണ്ട്, ഇലക്ട്രോണിക് വാച്ചുകളില്ല പഴയ, അതിൻ്റെ സ്ക്രീൻ പച്ച കളറിലുള്ള അതുപോലത്തെ ഒരു സ്ക്രീൻ. ഇതാണ് പേജറിൻ്റെ രൂപം. അത് നമ്മുടെ മിക്കവാറും ആളുകളും അരയിൽ കിട്ടുന്ന ബെൽറ്റിൽ ഒരു ക്ലിപ്പ് വഴി കുത്തിക്കൊണ്ട് നടക്കും. ഇതൊരു ടെലികമ്മ്യൂണിക്കേഷൻ, ആളുകൾക്ക് വിവരങ്ങൾ അറിയാനുള്ള ടെലിഫോണിൻ്റെയൊക്കെ വേണമെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഒരു മുൻഗാമിയാണ് പേജർ എന്ന് പറയാം. ഈ പേജർ, കൊച്ചിയിൽ പേജർ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനതൊക്കെ ഒന്ന് പഠിക്കുന്ന സമയമാണ് സ്കൂളിലൊക്കെ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടന് ഈ മൊബൈൽ ഫോൺ, ഈ പേജർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പേജർ കണ്ട് വലിയ അത്ഭുതമായിരുന്നു. ആ സമയത്ത് മാതൃഭൂമി പത്രത്തിലൊക്കെ പേജർ കൊച്ചിയിൽ സർവീസ് കൊച്ചിയിൽ ആരംഭിക്കുന്നതിൻ്റെ പരസ്യം വന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഉഷ മാർട്ടിൻ ടെലികോം എന്നായിരുന്നു ആ പേജർ കമ്പനിയുടെ പേര്. BPL മൊബൈൽസൊക്കെ ഉണ്ടല്ലോ, BPL കമ്പനിക്ക് അവർക്കും ഉണ്ടായിരുന്നു സർവീസ് എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ നാട്ടിലെ ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നത് അതേ ഒരു മെഡിക്കൽ റപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേജർ ഞാൻ കണ്ടിട്ടുണ്ട്. കൂടിപ്പോയൊരു 50 ഗ്രാമൊക്കെ വെയിറ്റുള്ള ഒരു തീപ്പെട്ടിയേക്കാൾ അല്പം കൂടെ വലിപ്പമുള്ള ഒരു കറുത്ത ചെറിയ ചതുരത്തിലുള്ള ദീർഘചതുരത്തിലുള്ള ഒരു ചെറിയ പെട്ടി പോലത്തെ സാധനം. അതിൻ്റെ സ്ക്രീനുണ്ട്. അപ്പോൾ അതിലേക്ക് ഇപ്പം ഞാനിപ്പോൾ ധന്യയുടെ കയ്യിൽ ഒരു പേജറുണ്ട്. എനിക്ക് ധന്യ പെട്ടെന്നൊരു വിവരം അറിയിക്കണം. അപ്പോൾ ഞാൻ എന്താണെന്നറിയോ, എനിക്കിപ്പോൾ നമ്മൾ മൊബൈലാണെങ്കിൽ നമ്പർ എടുക്കുന്നു ഉഷ മാർട്ടിൻ ടെലികോമിലേക്ക് വിളിക്കുന്ന കാര്യം ഞാൻ പറയാൻ വന്നത്. നമ്പർ എടുക്കുന്നു, ധന്യയുടെ നമ്പർ ഞാൻ ഓർത്ത് ഡയൽ ചെയ്യുന്നു, ഒന്നുകിൽ മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ വിളിച്ചു പറയുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇത് നമ്മൾ ധന്യയ്ക്ക് പേജറുണ്ടെങ്കിൽ ധന്യ ഏത് സർവീസ് പ്രൊവൈഡറുടെ പേജറാണ് എടുത്തിരിക്കുന്നത് നോക്കണം. BPLൻ്റെ ആണോ അല്ല ഉഷ മാർട്ടിൻ ടെലികോം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്കൊരു നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് നമ്മൾ ഫോണിൽ നിന്ന് വിളിക്കണം. അപ്പോൾ BPLലേക്ക് നമ്മൾ വിളിക്കുന്നു. വിളിച്ചിട്ട് നമ്മൾ പറയുന്നു, ഇന്ന നമ്പറിൽ ധന്യയ്ക്ക് ഒരു മെസ്സേജ് പറയാനുണ്ട്, ധന്യ ഐ ആം വെയിറ്റിംഗ് അറ്റ് പാലാരിവട്ടം എന്ന് ഞാൻ പറയുന്നു. പറഞ്ഞു കഴിയുമ്പോൾ അവരാണ് ആ മെസ്സേജ് ടൈപ്പ് ചെയ്ത് ധന്യയ്ക്ക് അയക്കുന്നത്. അതായത് എനിക്ക് ധന്യയോട് നേരിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും, നേരെ സർവീസ് പ്രൊവൈഡറെ വിളിച്ചിട്ട് അവിടെ നമുക്ക് അറിയിക്കേണ്ട കാര്യങ്ങൾ. 2 തരം ഇതുണ്ട്, ആൽഫാ ന്യൂമറിക് ഉണ്ട്, ന്യൂമറിക് ഉണ്ട്. അതായത് അക്കങ്ങൾ വരുന്നതും അക്ഷരങ്ങൾ വരുന്നതാണല്ലോ നമുക്ക് ഏറ്റവും സൗകര്യം. അക്കങ്ങൾ ഓരോ 5, 10 എന്ന് പറഞ്ഞാൽ കോഡ് ഭാഷയൊക്കെ ആണെങ്കിൽ അക്കങ്ങൾ വന്നാൽ മതി. അപ്പോൾ ഈ മെസ്സേജ് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ധന്യ എവിടെയാണോ ആ സ്ഥലത്തുള്ള ധന്യയുടെ പേജറിൽ മെസ്സേജ് വരും. ബീപ്പ് ബീപ്പ് ശബ്ദം അടിക്കും, ബീപ്പ് ബീപ്പ് എന്നടിക്കുന്നത്. അതിന് ബീപ്പർ എന്നൊരു പേര് പണ്ടുണ്ടായിരുന്നു. ജപ്പാനിലൊക്കെ വിളിച്ചിരുന്നത് ബീപ്പർ എന്നായിരുന്നു. അപ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ ആ ടെക്സ്റ്റ് വായിക്കാൻ പറ്റും. പക്ഷേ അതിനകത്ത് പരിമിതി എന്ന് പറഞ്ഞാൽ ധന്യയ്ക്ക് തിരിച്ചെനിക്ക് റിപ്ലൈ തരാൻ പറ്റത്തില്ല. കാരണം 1 വേ ആയിരുന്നു, 2 വേ കമ്മ്യൂണിക്കേഷൻ ഇല്ല. പിന്നീട് 2 വേ കമ്മ്യൂണിക്കേഷനുള്ള പേജറും വന്നു. ധന്യയ്ക്ക് അതിൽ തന്നെ ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതും ആയിട്ടുള്ള മെസ്സേജ് വന്നിരുന്നു. മെസ്സേജ് സംവിധാനമുള്ള പേജർ വന്നിരുന്നു. പക്ഷേ പേജർ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി. കാരണം അപ്പോഴേക്കും മൊബൈൽ ഫോൺ വന്നു. മൊബൈൽ ഫോണിൽ നമുക്ക് ഈ പറയുന്ന പോലെ ആളുകൾ എവിടെയാണെങ്കിലും അവരെ വയർഡ് അല്ലാതെ നിൽക്കുന്ന ആളുകളെ കോൺടാക്ട് ചെയ്യാനുള്ള സംവിധാനമാണ് മൊബൈൽ ഫോൺ. പേജർ അത് തന്നെയായിരുന്നു. വയറില്ലാതെ തന്നെ നമ്മൾ നിൽക്കുന്നിടത്ത് നമുക്കൊരു മെസ്സേജ്, ഒരു അറിയിപ്പ് കിട്ടുന്നു. മൊബൈൽ വന്നപ്പോൾ മൊബൈലിനകത്ത് മെസ്സേജും അയക്കാം, ആളെ വിളിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് പേജർ അപ്രത്യക്ഷമായി. പിന്നീടും പേജർ ഉണ്ടായിരുന്നു കുറേ കാലം. പേജർ ഇപ്പോഴും ഉണ്ട്. അത് കൂടുതലും മെഡിക്കൽ ഫീൽഡിലൊക്കെയോ ആശുപത്രിയിലൊക്കെ ഇരിക്കുന്ന ഡോക്ടർമാർ അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ പേജറുണ്ട്. കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണ്. പിന്നെ മറ്റൊന്നുകൂടെ എന്താണെന്ന് വെച്ചാൽ ഇത് മൊബൈലിനേക്കാളും റേഞ്ച് കൂടുതലാണ്. കാരണം അത് വോയിസ് മെസ്സേജുകളല്ലല്ലോ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റുകളായതുകൊണ്ട് കുറച്ച് സിഗ്നൽ വീക്കാണെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷേ മൊബൈൽ ഫോൺ വന്നതോടുകൂടി പേജറുകൾ അപ്രത്യക്ഷമായി. ഇപ്പോഴും പേജറുകളുണ്ട്. അത് ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള ചില ജോലികൾ ചെയ്യുന്ന ആളുകൾ മാത്രം മെസ്സേജുകൾ മതി, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് പേജർ ഉപയോഗിക്കുന്നത്. പേജറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതുകൊണ്ടാണ് ഹിസ്ബുള്ള ഇപ്പോൾ പേജർ എടുക്കാൻ തീരുമാനിച്ചത്. കാരണം അതിന് GPS ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല. അതുകൊണ്ട് എന്താണ്, നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് കയ്യിലുള്ള ആൾ എവിടെയാണ് എന്ന് അറിയാൻ, നമ്മളെ കണ്ടെത്തിയിട്ട് നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ. ഇപ്പം പലയിടത്തും മൊബൈൽ വഴി ട്രാക്ക് ചെയ്തിട്ടാണ് ബിൻ ലാദനെ പോലും അമേരിക്ക കൊന്നത്.
അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് എൻ്റെ പക്കൽ ഞാനൊരു ഇസ്ബുള്ള അല്ലെങ്കിൽ ഹൂത്തി ഭീകരനാണ്, എൻ്റെ കയ്യിൽ മൊബൈലുണ്ട്. അമേരിക്കയോ ഇസ്രായേലിനോ എന്നെ ട്രാക്ക് ചെയ്ത് ഞാൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നിടത്തേക്ക് ഒരു മിസൈൽ അയക്കാം, അങ്ങനെ നമ്മളെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അപകട സാധ്യത കണക്കിലെടുത്തിട്ടാണ് ഹിസ്ബുള്ള ഇപ്പം ലെബനോണിൻ്റെ കുറേ ഭാഗങ്ങൾ ഹിസ്ബുള്ളയുടെ കയ്യിലാണ്. ലെബനോൺ, സിറിയ ഈ 2 രാജ്യങ്ങളുടെ കുറേ ഭാഗങ്ങൾ ഹിസ്ബുള്ള ഹൂതി ഭീകരർ, ഇറാൻ്റെ സഹായമുള്ള ഷിയ ഭീകരരാണ്. ഇവർ കൈവശം വെച്ചിരിക്കുകയാണ്. അവർ ഇസ്രയേലിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഇവർ വലിയ ഭീഷണി നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ എപ്പോൾ വേണമെങ്കിലും ഇസ്രയേലിൽ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് അവരുടെ നേതൃത്വം പറഞ്ഞത് നിങ്ങൾ മൊബൈൽ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, പേജറുകൾ സ്വീകരിക്കാൻ പറയുന്നത്. ആ പേജറുകളാണ് ഇപ്പോൾ അവരെ കാലൻ്റെ അടുത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഹംഗറിയാണ് ഇതിന് പിന്നിൽ എന്നൊക്കെയാണ്. ഹംഗറിയാണെന്നല്ല, അതാദ്യമേ ഈ മൊബൈൽ ഫോൺ തകർന്ന പേജറുകൾ, മൊബൈൽ ഫോൺ എൻ്റെ വായിൽ പിന്നെയും വരുന്നത്, നമ്മൾ അതാണല്ലോ യൂസ് ചെയ്യുന്നത്. പേജറുകൾ, സ്ഫോടനത്തിൽ തകർന്ന പേജറുകൾ കണ്ടുപിടിച്ചു. തകർന്നെടുത്തപ്പോൾ അതിൻ്റെ ചിലതിൻ്റെ ബാറ്ററി ലിത്തിയം ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു ഗോൾഡ് അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒരക്കം AR9 എന്നുള്ള എഴുതിയിരിക്കുന്ന ഒരു ബാറ്ററി പോർഷൻ കിട്ടി. അപ്പോൾ AR924 എന്ന് പറയുന്നത് ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ആ കമ്പനി തായ്വാനിലാണ്. തായ്വാനിലുള്ള ഈ കമ്പനി ഉണ്ടാക്കിയ പേജറുകളാണ് എന്നാണ് പെട്ടെന്ന് സംശയിക്കപ്പെട്ടു. അതിനു മുമ്പ് ഇത് മോട്ടറോള കമ്പനിയുടെ പേജറുകളാണെന്ന് സംശയിക്കപ്പെട്ടു. കാരണം മോട്ടറോള കമ്പനിയുടെ ഈ എക്യുപ്മെൻറ്റ്സ്, മോട്ടറോളയാണ് ലോകത്ത് ആദ്യമായി മൊബൈൽ ഫോൺ നിർമ്മിച്ചത്. മോട്ടറോളയുടെ ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് IDF എന്ന് പറഞ്ഞാൽ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ്, ഇസ്രയേലിൻ്റെ സൈന്യം. അവർ അമേരിക്കൻ കസ്റ്റംസ്, എമിഗ്രേഷൻസ് ഒക്കെ മോട്ടറോളയുടെ വയർലെസ് സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. മൊബൈലും വയർലെസ് ആണല്ലോ. അതുകൊണ്ട് മോട്ടറോളയുടെ ഈ M എന്ന് പറയുന്നൊരു എംബ്ലം, അതിനൊരു വാല് വരച്ചാൽ ഒരു ബോംബായിട്ട് വരും, ബോംബായിട്ട് കാണാം, ബോംബ് പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ഒരു വിവാദം പണ്ടേ ഉണ്ട് മോട്ടറോള. അതുകൊണ്ട് തന്നെ മോട്ടറോള കമ്പനിയാണ് എൻ്റെ ലോഗോയുടെ പിന്നിൽ PNT എന്ന് പറയുന്ന പെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഫോടക വസ്തു വെച്ചിട്ടാണ് ഈ സ്ഫോടനം നടത്തുന്നത്. ആദ്യമുള്ള ധാരണ എങ്ങനെയാണ്. പിന്നീടാണ് ഈ ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന കമ്പനിയാണെന്ന് കണ്ടെത്തിയത്. പക്ഷേ ഗോൾഡ് അപ്പോളോയുടെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ AR924 എന്ന് പറയുന്ന ബാറ്ററി, ലിത്തിയം ബാറ്ററി ഉപയോഗിക്കുന്ന പേജറുകൾ ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾ അതിൻ്റെ ഉടമസ്ഥാവകാശം ഹംഗറിയിലെ ബുഡാപെസ്റ്റിലുള്ള ബാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വർഷങ്ങളായി കൊടുത്തു. അവരാണ് ഇതുണ്ടാക്കിയെന്ന് പറയുന്നു. ഏതായാലും 5000-ഓളം മൊബൈൽ ഫോണുകളല്ല, പേജറുകൾ പൊട്ടിത്തെറിച്ച് ഒരേ സമയത്ത് പൊട്ടിത്തെറിച്ചാണ് ഇസബുള്ള എന്ന് പറയുന്ന ഒരു സമാന്തര ആർമി പോലെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘത്തെ ഏതാണ്ട് മുച്ചൂട് മുടിക്കുന്ന പോലെ. അതിൻ്റെ 15000-ഓളം പേരെ മറ്റാണ് ഹിസ്ബുള്ളയിലുള്ളത്. അതിൽ 4000 പേരിപ്പോൾ ഹോസ്പിറ്റലൈസ്ഡാണ്. എന്ന് പറഞ്ഞാൽ നിസ്സാര പരിക്കൊന്നുമല്ല. കാരണം പേജർ ഒന്നെങ്കിൽ അരയിലെ ബെൽറ്റിലായിരിക്കും, അല്ലെങ്കിൽ എടുത്തു വെച്ച് ഇങ്ങനെ മുഖത്തോട് ചേർത്ത് വെച്ചിട്ടാണ് മെസ്സേജ് വായിക്കാൻ നിൽക്കുന്നത്. പൊട്ടിത്തെറിക്കുമ്പോൾ ഒന്നെങ്കിൽ തലയ്ക്ക് പരിക്ക്, അല്ലെങ്കിൽ അരഭാഗത്ത് പരിക്കെന്ന് പറഞ്ഞാൽ വയറ് തകർന്നു പോകും. കിഡ്നി ഉൾപ്പെടെയുള്ള അന്തരാവയവങ്ങൾ തകരുന്ന തരത്തിലുള്ള പരിക്കാണ്. അപ്പം വളരെ നിസ്സാരമായി ഒരുപാട് നാശനഷ്ടങ്ങൾ, കെട്ടിടങ്ങൾക്കോ മറ്റ് വസ്തുവകകൾക്കോ നാശനഷ്ടമില്ലാതെ ടാർഗറ്റിനെ മാത്രം എയിം ചെയ്ത് ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണം. മൊസാദിൻ്റെ ബുദ്ധിയാണ് ഇതിന് പിന്നിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സാർ, ഇത്തരത്തിൽ ഈ ഒരു ആക്രമണം എങ്ങനെയായിരിക്കും സാർ ഇവർ പ്ലാൻ ചെയ്തത്? കാരണം സാറ് തന്നെ പറയുന്നു ലൊക്കേഷൻ ഇല്ല, GPS, ഇൻ്റർനെറ്റ് ഇതൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു തന്ത്രം ഉണ്ടാകില്ലേ ഇതിന് പിന്നിൽ? തീർച്ചയായും. കാരണം മൊസാദ് നമ്മൾ അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ലോകത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കൂ, ഈ ഹമാസിൻ്റെ തലവൻ ഇസ്മയിൽ ഹനയ്യ കൊല്ലപ്പെട്ടു. എങ്ങനെയാണ്? അദ്ദേഹം ഇറാനിലെ പുതിയ പ്രസിഡന്റ് ചെഷസ്ക്യാൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിന് പങ്കെടുത്തു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ലോകരാഷ്ട്രങ്ങൾ വന്നല്ലോ. അതുപോലെ ഹമാസിൻ്റെ തലവനെ അവർ ക്ഷണിച്ചു. അദ്ദേഹം വന്ന സ്ഥിരം താമസിക്കുന്ന ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിൽ കിടന്നുറങ്ങുമ്പോൾ കിടക്കടിയിൽ നിന്ന് ബോംബ് പൊട്ടി. അപ്പോൾ ഇസ്രായേൽ എങ്ങനെ മനസ്സിലാക്കി? അവിടെ ഒരു ബോംബ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആ മുറിയിൽ ഹനയ്യ വരുമെന്നറിയണം. ഹനയ്യ എന്തിനു വേണ്ടി വരണം? അവിടെ പുതിയ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വരുമെന്നറിയണം. പുതിയ പ്രസിഡന്റ് ഉണ്ടാകുന്ന എങ്ങനെയാണ്? പഴയ പ്രസിഡന്റ് മരിക്കുമ്പോഴാണ്, അല്ലേ? അപ്പോൾ എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ പഴയ പ്രസിഡന്റിനെ തട്ടി അപ്പോഴത്തേക്ക് പുതിയ പ്രസിഡന്റ് വന്നു. പുതിയ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉറപ്പായിട്ടും ഹനയ്യ വരും. ഹനയ്യ വന്നാൽ അയാൾ ഈ ഗസ്റ്റ് ഹൗസിൽ ഇന്ന മുറിയിൽ താമസിക്കുന്നു. മൊസാദ് മനസ്സിലാക്കി. എന്നിട്ട് അവിടെ പോയി ബോംബ് ഇംപ്ലാന്റ് ചെയ്തിട്ട് അത് പൊട്ടിച്ചു. അയാളും അയാളുടെ ബോഡി ഗാർഡും മാത്രമേ മരിച്ചുള്ളൂ. റിമോട്ട് കൺട്രോൾ വഴി ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുന്നിലുള്ള എഫേർട്ട്, അതായത് എങ്ങനെ ഇവർ ചിന്തിക്കുന്നു എന്നാലോചിക്കും. നമുക്ക് വിചാരിക്കാൻ കഴിയാത്ത ഒരു സിനിമകളിലൊക്കെ കാണുന്ന ക്രൈം ത്രില്ലർ സ്റ്റോറി പോലെയാണ് ഹനയ്യയുടെ കൊലപാതകം. ഇവിടെ അത് തന്നെയാണ്. അപ്പോൾ ഇസ്രായേലുമായിട്ട് നിരന്തരം ഫൈറ്റാണ്. അതുകൊണ്ട് ഹമാസിൻ്റെ തലവൻ പറയുന്നു, നമ്മളിനി
സെൽഫോണുകൾ ഉപയോഗിക്കേണ്ട, സെൽഫോൺ ഉപയോഗിച്ചാൽ കുഴപ്പമാണ്, അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് പേജറുകളിലേക്ക് മാറാമെന്ന് പറയുന്നു. ആ തീരുമാനം ആരറിയുന്നു? മൊസാദ് അറിയുന്നു, ഇസ്രായേൽ അറിയുന്നു. അപ്പോൾ തന്നെ അവർ നോക്കുന്നു ഇവർ പേജറിലേക്ക് മാറാം, ഏത് പേജറാണ് ഇവർ വാങ്ങാൻ പോകുന്നത് മൊസാദ് അന്വേഷിക്കുന്നു. അപ്പോൾ ഇവർ പേജറിന് ഓർഡർ കൊടുത്തു. അവിടെ ചെന്ന് ഒന്നെങ്കിൽ ആ കമ്പനിയിൽ ചെന്നിട്ട് അതിൻ്റെ ബാറ്ററിയിൽ ഉൾപ്പെടെ രഹസ്യമായി ഈ സ്ഫോടക വസ്തു ഉൾപ്പെടെ, കാരണം ഇതിൻ്റെ അകത്ത് പറയുന്നത് ഈ ലിത്തിയം ബാറ്ററിയാണ്. ലിത്തിയം ബാറ്ററിക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ അത് അണയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഒരു 5-10 ഗ്രാം 20 ഗ്രാം വരെയാണ് ഈ സ്ഫോടക വസ്തു അതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത്. 20 ഗ്രാം വളരെ ചെറുതല്ലേ ഉള്ളൂ. അതുകൂടെ സ്പ്രെഡ് ചെയ്ത് ഈ ഫാക്ടറിയിൽ വെച്ച് തന്നെ ഒന്നെങ്കിൽ ഈ പറയുന്ന ഈ ആയിരക്കണക്കിന് പേജറുകൾ നിർമ്മിച്ചു. അതല്ല എന്നുണ്ടെങ്കിൽ ഈ തായ്വാനിൽ ബുഡാപെസ്റ്റിൽ നിന്ന്, ആദ്യം കഴിയും തായ്വാനിൽ നിന്ന്, ബുഡാപെസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ബുഡാപെസ്റ്റ് ഹംഗറി എന്ന് പറഞ്ഞ രാജ്യത്താണ്. ബുഡാപെസ്റ്റ് അറിയാമല്ലോ. അവിടെ ജൂതന്മാർ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർക്ക് ഒരു പ്രോമിനൻസ് ഉള്ള സ്ഥലമാണ്. ഇസ്രയേലികളാണ് ജൂതന്മാരെന്ന് പറയാം. അപ്പം നമ്മൾ സ്ഥിരം പറയുന്ന ജോർജ് സോറോസ് ഉണ്ടല്ലോ, അയാളൊരു പഴയ ജൂതനായിട്ട് ഇപ്പോൾ ജൂതവിരുദ്ധനായ ജൂതനാണ്. അപ്പോൾ ജൂതന്മാർക്ക് സ്വാധീനമുള്ള ഒരു സിറ്റിയാണ് ബുഡാപെസ്റ്റിൽ നിർമ്മിച്ച ഈ പേജറുകൾ ഒന്നെങ്കിൽ ഫാക്ടറിയിൽ നിർമ്മാണ വേളയിൽ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്ത സപ്ലൈ ചെയ്ത് അത് അവിടുന്ന് കയറ്റി അയച്ചു വരുന്ന, അതായത് ലബനോണിൽ എത്തുന്നതിന് വഴിക്ക് എവിടെയെങ്കിലും വെച്ച് ഇസ്രായേൽ അത് പിടികൂടി അതിനകത്ത് ഈ സാധനം ഇംപ്ലാന്റ് ചെയ്തു. ഇതിന് 2 സാധ്യതകളാണുള്ളത്. ഏതായാലും നമ്മൾ ആലോചിക്കണം, ഇതിൻ്റെ കണക്ഷൻ നോക്കൂ. ആദ്യമേ ഹിസ്ബുള്ളയുടെ തലവൻ പറയുന്നു നമ്മൾ ഇനി മൊബൈൽ ഉപയോഗിക്കുന്നില്ല. ആ മൊമെൻ്റ് മുതൽ ആരറിഞ്ഞു? ഇത് ഇസ്രായേൽ അറിഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ഉന്നതാധികാര സമിതി ഉണ്ടല്ലോ, ഒന്നെങ്കിൽ ഹിസ്ബുള്ള തലവനുമായി ബന്ധപ്പെട്ട ആളുകളിൽ ഒരാൾ ഇസ്രായേലിൻ്റെ ആളാണ്, മൊസാദിൻ്റെ ആളാണ്. അവിടെ നിന്ന് ചോർന്ന് വന്നിട്ടാണ് ഇത്രയും കൂട്ടത്തോടെ, അല്ലെങ്കിൽ ഒരു 5000 പേരെ 4000 പേരെയൊക്കെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ എത്ര വലിയ യുദ്ധം നടത്തേണ്ടി വരും. ഇതൊന്നും വേണ്ട. അതിനകത്ത് പല വീഡിയോകളിലും കാണുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു ഹിസ്ബുള്ള ഭടൻ ഒരു ഷോപ്പിൽ നിൽക്കുക, അയാൾ കൗണ്ടറിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പേജർ ബീപ്പ് ചെയ്യുന്നു. അയാൾ ഉടനെ ആ പേജർ എടുത്തിട്ട് എന്തോ ഒരു മെസ്സേജ് വരുന്നു. മെസ്സേജ് വായിച്ചിട്ട് ആ കൗണ്ടറിലേക്ക് വെച്ചു. കൗണ്ടറിൽ വെച്ച് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ പൊട്ടിത്തെറിച്ചു. അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് 2 ഓപ്ഷനാണ്. അതായത് ഈ പൊട്ടിത്തെറിച്ച എല്ലാ പേജറുകളിലേക്കും അതിന് തൊട്ട് മുമ്പ് ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് വന്നപ്പോഴത്തേക്ക് 10 സെക്കൻഡ് ഇത് ബീപ്പ് ചെയ്യും. ബീപ്പ് 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 എന്ന് 10 സെക്കൻഡ് കേൾക്കും. ഈ 10 സെക്കൻഡിനുള്ളിൽ ആളുകൾ എടുത്തു നോക്കിയവരെല്ലാം സ്ഫോടനത്തിൽപ്പെട്ടു, എടുത്ത് നോക്കാത്തവരും പെട്ടു. കാരണം ചിലർ വേറെ ചിത്രം കണ്ടു. ഒരാൾ ബൈക്കിൽ മരിച്ചിരിക്കുന്നു. അയാളുടെ ഈ അരഭാഗം തകർന്നുപോയി. കാരണം ബെൽറ്റിൽ തൂക്കിയിട്ടിരുന്ന പേജർ പൊട്ടിത്തെറിച്ചു. കാരണം 10 സെക്കൻഡ് ബീപ്പ് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറിയാണ്. അപ്പോൾ അങ്ങനെ വളരെ റിമോട്ടായിട്ടിരുന്ന് ഈ ഒരു കാറ്റഗറി ബാച്ചിൽ വന്ന എല്ലാ പേജറുകളിലേക്കും ഒരു സോഫ്റ്റ്വെയർ വഴി ഒരു മെസ്സേജ് ഇല്ലത്. സോഫ്റ്റ്വെയറും ഇൻ്റർനെറ്റും ഒന്നും വേണ്ട, ചെന്നിരിക്കുന്ന മെസ്സേജ് ഈ പേജറുകളെ ആക്ടിവേറ്റ് ചെയ്തു. അതിൻ്റെ സ്ഫോടക വസ്തുവായിട്ട് ആക്ടിവേറ്റ് ചെയ്തു, ബോംബാക്കി മാറ്റി. അതാണ് സംഭവിച്ചത്. ഇനി തിരിച്ചടിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ സാർ? ഇവരിനി തിരിച്ചടിക്കാൻ ഇവരുടെ തന്നെ ഇത്രയും ആളുകളെ, ഏകദേശം 4000-ഓളം ആളുകളെ ഇസ്രായേൽ മൊസാദിന്റെ ഒരു തലയിൽ ഇവരെ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ ഇല്ലാതാക്കിയില്ല. അത് കുറേ പേര് ഗുരുതരാവസ്ഥയാണ്. കുറേ പേരൊക്കെ ജീവിച്ചാലും ഈ പരിക്കേറ്റവർക്ക് നിസ്സാര പരിക്കൊന്നുമല്ല, പൊട്ടിത്തെറിയിലെ പരിക്കാണ്. അവർക്കിനി ഹിസ്ബുള്ള ഭീകരന്മാരായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിന്നെ ഈ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയ്ക്കും ഹൂദിക്കും ഒക്കെ തിരിച്ചടിക്കാൻ വല്ലപ്പോഴും ഓരോ മിസൈൽ വിട്ട് കളിക്കാം. അല്ല, ഇസ്രായേലിനോട് എന്ത് ചെയ്യാൻ പറ്റും? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നാണ്, എന്നാൽ ഏറ്റവും മൈറ്റി പവറുള്ള രാജ്യമാണ്. കാരണം ബുദ്ധിയുടെ കാര്യത്തിൽ, ശക്തിയുടെ കാര്യത്തിൽ, അതിലൊക്കെ ഉപരി അവരുടെ രാജ്യത്തോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അവർ രാജ്യത്തിന് വേണ്ടി മരിക്കും. അങ്ങനത്തെ ഇത്രയും ലോകത്ത് അവരുടെ രാജ്യത്തോട് കൂറുള്ള ഒരു ജനത അറിയില്ല. കാരണം അവർ നൂറ്റാണ്ടുകളായിട്ട് ഒരു രാജ്യമില്ലാതെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അലഞ്ഞ് തിരിഞ്ഞിട്ട് അവർ ഈ വാഗ്ദത്ത ഭൂമി എന്ന് ബൈബിളിൽ പറയുന്ന പോലെ ആ വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലേക്ക് തിരിച്ചു വന്ന ജനതയാണ്. അതുകൊണ്ടാണ് അവരുടെ കുട്ടികൾ വരെ ആയുധം എടുക്കാൻ പഠിക്കുന്നത്. അവിടെ നിർബന്ധിത സൈനിക സേവനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇസ്രായേലിനെ അങ്ങനെയൊന്നും ബീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, ഇസ്രായേലിനെ തൊട്ടാൽ ഇങ്ങനെ നിങ്ങൾ റോക്കറ്റൊക്കെ കളിച്ചോ, അല്ല ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, അമേരിക്ക കണ്ണും പൂട്ടി ഇസ്രായേലിൻ്റെ കൂടെ ആയിരിക്കും. ഇസ്രായേലിനെ അമേരിക്കയേക്കാൾ ഇഷ്ടമാണ്. അങ്ങനെയും കൂടെ ഉണ്ട്. അപ്പോൾ തിരിച്ചടിയൊക്കെ സ്വാഭാവികമായും അവർ കുറച്ച് മിസൈലൊക്കെ വിടുമായിരിക്കും. അതിനപ്പുറത്ത് ഹിസ്ബുള്ളയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഒരവസ്ഥ. അപ്പോൾ പേജർ എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് പോയ ഒരു സാധനമല്ല. വീണ്ടും പേജറുകൾ ലൈവാവുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ പേജർ സർവീസ് ഇല്ലയെന്ന് തോന്നുന്നു. കാരണം നമുക്ക് എല്ലായിടത്തും മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ട്. നമുക്ക് മെസ്സേജാണല്ലോ പേജറിൽ വരുന്നത്. ആ മെസ്സേജ് നമ്മുടെ മൊബൈലിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ പേജർ. എന്നാലും പേജർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ
ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ മൊബിലിറ്റി, നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മെസ്സേജുകൾ കിട്ടുക, അതാണല്ലോ. നമ്മൾ വീട്ടിലാണെങ്കിൽ ഫോണിൽ കിട്ടും, ഫോണില്ലാതെ നമ്മൾ പുറത്ത് പോയാൽ നമ്മളൊരു കാര്യം അറിയിക്കാനുള്ള സംവിധാനം എന്ന നിലയ്ക്ക് ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ ഒരു വലിയ വിപ്ലവകരമായ ചൂടായിരുന്നു പേജർ. ഇപ്പോൾ പേജർ എന്ന് പറയുന്നത് കാലൻ്റെ വാഹനം കൂടിയായി മാറിയിരിക്കുന്നു, അല്ലേ? അതെ.